1927 ജൂൺ 15 അന്ന് ചേർത്തലയിലെ കളവങ്കോട് ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ നടക്കുന്നു. മറ്റാരുമല്ല, ശ്രീനാരായണ ഗുരുവാണ് പ്രതിഷ്ഠ നടത്തേണ്ടത്. ആളുകളെല്ലാം ഗുരുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ക്ഷേത്ര ഭാരവാഹികളൊക്കെ വിഗ്രഹമെല്ലാം വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ അപ്പോൾ ഒരു തർക്കമുണ്ടായി. ഇങ്ങനെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുകയല്ലേ എന്ന് ഒരു കൂട്ടർ. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നു, മാമൂൽ അനുസരിച്ച് വിഗ്രഹം തന്നെ പ്രതിഷ്ഠിക്കണം. അങ്ങനെ കൊടുമ്പിരി കൊണ്ടൊരു വാദവും തർക്കവും ഒക്കെ നടക്കുമ്പോഴാണ് ഗുരുവിന്റെ വരവ്. അദ്ദേഹം ഓരോരുത്തരുടെയും വാദം ശ്രദ്ധിച്ച് കേട്ടു. എന്നിട്ട് അദ്ദേഹം ആരോടൊന്നുമില്ലാതെ പറഞ്ഞു, തത്വമസി, അത് നീയാകുന്നു. കൊള്ള, അവനവനെ കാണുക. ഗുരു അവിടെ കൂടി നിന്നവരോട് ചോദിച്ചു, ഇവിടെ ഒരു വലിയ കണ്ണാടി കിട്ടുമോ? ഉടനെ തന്നെ ഒരാൾ വലിയൊരു കണ്ണാടിയുമായി എത്തി. ഗുരു അതിൽ ഓം എന്ന് എഴുതിയതിനു ശേഷം ചോദിച്ചു, നമുക്ക് ഈ കണ്ണാടി പ്രതിഷ്ഠിച്ചാലോ? അവിടെ കൂടി നിന്നവർക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും മറ്റുള്ളവർക്കും ഒന്നും ആലോചിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഗുരു അപ്പോൾ തന്നെ ആ കണ്ണാടി അങ്ങ് പ്രതിഷ്ഠിച്ചു. അതാണ് വ്യത്യസ്തമായ ആ പ്രതിഷ്ഠ, ചരിത്രപ്രധാനമായ കണ്ണാടി പ്രതിഷ്ഠ. എന്നാൽ ഗുരു ഒരു സാധാരണ പ്രതിഷ്ഠ കഴിഞ്ഞതുപോലെ അത് കഴിഞ്ഞ് തിരികെ പോയി. അന്ന് 4 മണിക്ക് നടന്ന ആ പ്രതിഷ്ഠയിൽ നാനാ മതത്തിലുള്ള ഒരുപാട് വ്യക്തികൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, 1927 ജൂൺ 25 വൈക്കത്തെ ഒല്ലല ക്ഷേത്രത്തിലും ശ്രീനാരായണ ഗുരു ഈ കണ്ണാടി തന്നെയാണ് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ.